Dear students, today we will start our language through literature. ബുക്കിന്റെ പേരാണ് ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചറിന് ലിറ്ററൽ വേർഡ്സസ് മെറ്റാഫറിക്കൽ മീനിങ്. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. എന്താണ് ലാംഗ്വേജ്? ലാംഗ്വേജ് ഈസ് ബേസിക്കലി എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് എനേബിൾസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. അതായത് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മാധ്യമം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ലാംഗ്വേജ് ഈസ് ബേസിക്കലി എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വിനിമയമാണ്. വിറ്റ് എനേബിൾസ് ദാറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു വിനിമയത്തെ അല്ലെങ്കിൽ അറിവുകൾ കൈമാറ്റം ാണ് നമ്മുടെ ലാംഗ്വേജ് അഥവാ ഭാഷ എന്ന് പറയുന്നത്. ഇഡിയംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ രണ്ട് തന്നെ എഴുത്തുകളിലൂടെയും സംസാരത്തിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് മോർ ഓഫ് ആൻ അബ്സ്ട്രാക്ട് ഫോം യൂസിങ് സിംബൽസ് ആൻഡ് മീനിങ്സ്. അത് കൂടുതൽ ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് കൂടുതൽ അബ്സ്ട്രാക്ട് ആവുന്നത് പറയുന്നത് മീനിങ്ങുകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ്. ഇറ്റ് കംപ്രൈസസ് വേർഡ്സ്, സെന്റൻസസ് ആൻഡ് സൗണ്ട്. വേർഡുകളും സെന്റൻസുകളും സൗണ്ടുകളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദ കോമ്പിനേഷൻ ഓഫ് ദീസ് എലമെന്റ്സ് ഹെൽപ്സ് ദ ഇൻഫർമേഷൻ ഓഫ് എ ലാംഗ്വേജ്. അതായത് വേർഡുകളുടെയും സെന്റൻസുകളുടെയും സൗണ്ടുകളുടെയും എല്ലാം കോമ്പിനേഷൻ ഒരു ലാംഗ്വേജിന്റെ ഇൻഫർമേഷനെ സഹായിക്കുന്നു. ലിറ്ററേച്ചർ റെഫേഴ്സ് ടു ദ റിട്ടൺ ആസ്പെക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൺ ആസ്പെക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എനി ഫോം ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് സെഡ് ടു ബി ലിറ്ററേച്ചർ. അതായത് റിട്ടൺ രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് It is a collection of expressions. Literature എന്ന് പറഞ്ഞാൽ എന്താണ്? It is a collection of expressions. Expressed, that is language. ഈ എക്സ്പ്രഷനുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ലാംഗ്വേജിലൂടെയാണ്. The purpose of language is to express ideas, opinions, emotions and knowledge. ഇനി ലാംഗ്വേജിന്റെ പ്രധാന ആവശ്യം അല്ലെങ്കിൽ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആശയങ്ങളും അഭിപ്രായങ്ങളും അറിവുകളും എല്ലാം എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക. അതായത് നമുക്ക് നമ്മുടെ ആശയങ്ങളും അറിവുകളും അതേപോലെ തന്നെ അഭിപ്രായങ്ങളും നമ്മുടെ വികാരങ്ങളും എല്ലാം അറിവുകളും എല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലാംഗ്വേജിലൂടെയാണ്. അതായത് ഒരു ഭാഷയിലൂടെയാണ് നമ്മൾ നമ്മുടെ അറിവുകളും അതേപോലെ തന്നെ ആശയങ്ങളും എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി വേറാസ് ദ പർപ്പസ് ഓഫ് ലിറ്ററേച്ചർ ഈസ് ടു ക്യാപ്ചർ ദോസ് എക്സ്പ്രഷൻസ് ഓഫ് ലാംഗ്വേജ്. ഇനി ലിറ്ററേച്ചറിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ലിറ്ററേച്ചറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് എക്സ്പ്രഷൻസ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിലെ അല്ലെങ്കിൽ ഭാഷയിലെ എക്സ്പ്രഷൻസിനെ ക്യാപ്ചർ ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞു, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആശയങ്ങളും ഇമോഷൻസും അതേപോലെ തന്നെ അറിവുകളും എല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു വിനിമയം. അതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ലിറ്ററേച്ചർ, സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറയുന്നത്? ഈ ഭാഷയിലുള്ള ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യുക. There can be as much literature as languages. അതായത് ധാരാളം ലിറ്ററേച്ചർ, ലാംഗ്വേജുകളിൽ ധാരാളം ലിറ്ററേച്ചറുകളുണ്ട്. These two can be classified into two groups, നോൺ ലിറ്റററി ആൻഡ് ലിറ്റററി ലാംഗ്വേജ്. അതായത് ലാംഗ്വേജിലുള്ള ലിറ്ററേച്ചറിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. നോൺ ലിറ്റററി എന്ന് ലാംഗ്വേജ് എന്ന് പറയും, അതേപോലെ തന്നെ ലിറ്റററി ലാംഗ്വേജ് എന്ന് പറയും. നോൺ ലിറ്റററി ലാംഗ്വേജും അതേപോലെ ലിറ്റററി ലാംഗ്വേജും. ലിറ്ററൽ ലാംഗ്വേജ് ഈസ് എ ലാംഗ്വേജ് ദാറ്റ് മീൻസ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് സേസ്. അതായത് ലിറ്ററൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് ലാംഗ്വേജ് ദാറ്റ് വാട്ട് മീൻസ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് സേസ്. എന്താണ് കൃത്യമായി പറയുന്നത്? ഇറ്റ് യൂസസ് വേർഡ്സ് ബൈ ദർ ഡിക്ഷണറി ഡെഫിനിഷൻസ്. ലിറ്ററൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്ഷണറിയിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഡിക്ഷണറിയിലുള്ള വാക്കുകളുടെ യഥാർത്ഥ മീനിങ് പറയുന്നതാണ് ലിറ്ററൽ ലാംഗ്വേജ്. ഐ ആം ഗോയിങ് ടു ദ സ്റ്റോർ ഈസ് എ ലിറ്ററൽ ലാംഗ്വേജ്. എന്താണ്? ഞാൻ സ്റ്റോറിൽ പോകുന്നു എന്നതൊരു ഐ ആം ഗോയിങ് ടു എന്നുള്ളത്. The opposite of literal language is non-literal language. These are words and phrases that we hear these words and phrases all the time.
നമ്മൾ മിക്കവാറും ഈ വാക്കുകളും അതേപോലെ തന്നെ ഫ്രേസുകളും ഒക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, സേ യു ആർ റിയലി ആംഗ്രി അറ്റ് യുവർ ഫ്രണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഫ്രണ്ടിനോട് ദേഷ്യത്തിലാണ്. ഹി മൈറ്റ് ടെൽ യു ടു ചിൽ. ദ ഡിക്ഷണറി മീനിങ് ഓഫ് ചിൽ ഈസ് ടു ബിക്കം കോൾഡ്. എന്താണ്? ഹി മൈറ്റ് ടെൽ യു ടു ചിൽ. അതായത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട് നമ്മളോട് പറയുന്നു ചില്ലെന്ന്. ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിറ്ററൽ മീനിങ് അല്ലെ ഡിക്ഷണറി മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടു ബിക്കം കോൾഡ്, തണുപ്പാവുക. യുവർ ഫ്രണ്ട് ഈസ് നോട്ട് ടെല്ലിങ് യു ടു പുട്ട് യുവർ ഹിംസെൽഫ് ഇൻ ടു യുവർ ഫ്രീസർ. അതായത് ചില്ലെന്ന് പറഞ്ഞാൽ തണുപ്പ് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ നമ്മളോട് നമ്മുടെ ഫ്രണ്ട് ചില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാനല്ല പറയുന്നത്. ഹി ഈസ് ടെല്ലിങ് യു ടു റിലാക്സ്. എന്താണ്? നിങ്ങൾ റിലാക്സ് ചെയ്യൂ എന്നാണ് അവിടെ പറയുന്നത്. ഹി ഈസ് യൂസിങ് ചിൽ ആസ് എ നോൺ ലിറ്ററൽ ലാംഗ്വേജ്. അവിടെ ചിൽ എന്ന വാക്ക് എന്താണ്? ഒരു നോൺ ലിറ്ററൽ ലാംഗ്വേജ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പീപ്പിൾ യൂസ് നോൺ ലിറ്ററൽ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഫോർ മെനി റീസൺ. അതായത് ആളുകൾ നോൺ ലിറ്ററൽ വേർഡ്സുകൾ പല കാരണങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നോൺ ലിറ്ററൽ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഹെൽപ്പ് എക്സ്പ്രസ് ഫീലിംഗ്. അതായത് നോൺ ലിറ്ററൽ വേർഡ്സുകളും അതേപോലെ തന്നെ ഫ്രേസുകളും എല്ലാം നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. They help show how one thing is like another. They also help create images. They can make a text more fun to read. അത് എന്താ പറയുന്നത്? They can make a text, ഒരു ടെക്സ്റ്റ് കൂടുതൽ വായിക്കാൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൂടുതൽ തമാശയോട് കൂടി അല്ലെങ്കിൽ വായിക്കാനുള്ള വായനക്കാരെ കൊണ്ട് അത് വായിപ്പിക്കാൻ ഒരു പ്രേരണ ഉണ്ടാക്കുന്നു. ഇനി figurative language takes many different forms in linguistics and literature. A simile is a comparison of two things using the words like or as. അതായത് ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് ഫിഗറുകൾ ഉപയോഗിച്ചുകൊണ്ട് ലാംഗ്വേജ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു സിമിലി ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം ലൈക്ക് എന്നും പറയാം, ആസ് എന്നും പറയാം, അതുപോലെ അല്ലെങ്കിൽ അങ്ങനെ. A metaphor is a more direct comparison of two things. ഇനി ഒരു മെറ്റാഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളെ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഇൻ ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി, ഓതർ F. Scott Fitzgerald could have used a simile such as when she spoke it sounded like a gold coin clinging together. അതായത് അവൾ സംസാരിക്കുന്നത് സ്വർണ്ണ നാണയങ്ങൾ കിലുങ്ങുന്ന പോലെയാണ്. To describe the seeming promise of riches in the character's Daisy's voice. Instead, he used a metaphor. Her voice was full of money. അതായത് ഇങ്ങനെ പറഞ്ഞ നേരം കൊണ്ട് her voice is full of money എന്ന് പറഞ്ഞൂടെ? അവളുടെ ശബ്ദം മുഴുവൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റാഫർ എന്താണെന്ന് വെൻ ഷീ സ്പോക്ക് ഇറ്റ്സ് സംസാരിക്കുമ്പോൾ അവളുടെ സൗണ്ട് എങ്ങനെയാണെന്നാ പറയുന്നത്? സ്വർണ്ണ നാണയങ്ങൾ കിലുങ്ങുന്നത് പോലെയാണ്. അങ്ങനെ പറയുന്നതും അവളുടെ ശബ്ദം എന്താ പറയുന്നത്? ശബ്ദത്തിൽ മുഴുവൻ പണമാണെന്ന് പറയുന്നത് ഒരേ മീനിങ് തന്നെയാണ്. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റാഫർ വ്യത്യസ്തങ്ങളാണ്. The next, personification imparts animate qualities to an inanimate object as in the phrase. The laughing brook periphrasis uses a descriptive phrase in place of a simple noun. An example would be the phrase, the heavy blanket of winter, which substitutes heavy blanket for snow. അതായത് ഇപ്പോ heavy blanket of winter എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മഞ്ഞിന്റെ വളരെ ഭാരമുള്ള ഒരു പുതപ്പ് എന്ന് പറയുന്നത് ഹെവി ബ്ലാങ്കറ്റ് ഫോർ സ്നോ. സ്നോ എന്നതിനെ സൂചിപ്പിക്കുന്നതിനാണ് അവിടെ ഹെവി ബ്ലാങ്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ആസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഫങ്ഷൻസ് മെയിൻലി ത്രൂ ടു മോഡ്സ്, ദാറ്റ് ഈസ് സ്പോക്കൺ ആൻഡ് റിട്ടൺ. അതായത് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിന്റെ മീഡിയം, മാധ്യമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ത്രൂ ടു മോഡ്സ്, രണ്ട് മോഡുകളിലൂടെയാണ്, സ്പോക്കൺ ആൻഡ് റിട്ടൺ, എഴുതുന്നതും അതേപോലെ തന്നെ എന്താണ് സംസാരിക്കുന്നതും. ദ സ്പോക്കൺ മീഡിയം ഈസ് യൂസ്ഡ് ഇൻ അവർ ഡെയിലി കമ്മ്യൂണിക്കേഷൻ. അതായത് സ്പോക്കൺ മീഡിയം, സംസാരം എന്ന മാധ്യമം നമ്മുടെ ദിവസേനയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു.
ആസ് ദ റിട്ടൺ മീഡിയം ഇൻ ഓൾ അവർ റൈറ്റിംഗ്സ് ആൻഡ് റീഡിംഗ്. റിട്ടൺ മീഡിയം അതായത് എഴുത്തു മാധ്യമം നമ്മളുടെ എല്ലാ എഴുത്തുകളിലും, അതേപോലെ തന്നെ ഓഫ് ദി ഡിഫറൻസസ് ആർ ആസ് ബിലോ. അതായത് നമ്മൾ പറയുന്നത് റിട്ടൺ സ്പോക്കൺ മീഡിയവും റിട്ടൺ മീഡിയവും തമ്മിലുള്ള ഡിഫറൻസുകളെ കുറിച്ചിട്ടാണ്. രണ്ട് രീതിയിലും നമുക്ക് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, എഴുത്തുകളിലൂടെയും അതേപോലെ തന്നെ എന്താ പറയുന്നത് സംസാരത്തിലൂടെയും. അതില് സ്പീച്ചിനെ കുറിച്ച് പറയുമ്പോൾ വി സ്പീക്ക് ആൻഡ് ലിസൺ ടു സ്പീച്ച്, സോ വോക്കൽ ആൻഡ് ഓഡിറ്ററി സിസ്റ്റംസ് ആർ യൂസ്ഡ്. നമ്മൾ സ്വയം സംസാരിക്കുന്നു, അതേപോലെ തന്നെ സംസാരം നമ്മൾ ലിസൺ ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങളാണ്, വോക്കലും ഓഡിറ്ററി സിസ്റ്റം. ഈ വോക്കൽ സിസ്റ്റവും ഓഡിറ്ററി സിസ്റ്റവും ഉപയോഗിക്കുന്നു. നമ്മൾ എന്താ പറയുന്നത്, സംസാരിക്കുമ്പോൾ നമ്മുടെ വോക്കൽ സിസ്റ്റം ഉപയോഗിക്കുന്നു. ആ സംസാരം നമ്മൾ സ്വയം ലിസൺ ചെയ്യുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓഡിറ്ററി സിസ്റ്റം യൂസ് ചെയ്യുന്നു. പക്ഷേ എഴുത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ, റൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വി റൈറ്റ് ആൻഡ് റീഡ് വാട്ട് ഈസ് റിട്ടൺ ആൻഡ് ഹെൻസ് ഇറ്റ് ഇൻവോൾവ്സ് അവർ വിഷ്വൽ കപ്പാസിറ്റി. നമ്മൾ എഴുതുന്നു, എന്നിട്ട് നമ്മൾ ആ എഴുതിയത് വായിക്കുന്നു. അപ്പൊ അവിടെ നമ്മുടെ വിഷ്വൽ കപ്പാസിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്പീച്ച് ഈസ് ട്രാൻസിയന്റ്, ഫോർ ഇറ്റ് ഡെസിപ്പേറ്റ്സ് ഇറ്റ് ഇൻ എയർ ആഫ്റ്റർ ഇറ്റ് ഈസ് സ്പോക്കൺ. നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ ആ സംസാരം എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന എയറിലേക്ക് പോകുന്നു. സംസാരം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന ആ എന്താ പറയുന്ന ആ ഒരു പ്രക്രിയയില് നമ്മൾ ഇറ്റ് ഡിസിപ്പേറ്റ്സ് ഇൻ എയർ ആഫ്റ്റർ ഇറ്റ് ഈസ് സ്പോക്കൺ. സംസാരിച്ചു കഴിയുമ്പോൾ അത് എന്ത് ചെയ്യുന്നു എന്നാ പറയുന്ന, എയറിൽ ഡിസപ്പിയർ ആവുന്നു. റൈറ്റിംഗ് ക്യാൻ ബി പ്രസന്റഡ് ആൻഡ് റെക്കോർഡ്. പക്ഷെ റൈറ്റിംഗ് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, നമുക്ക് പ്രസന്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും സാധിക്കുന്നു. മൂന്നാമത്തെ, സ്പീച്ച് ഹാസ് ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് പോസസ്. സ്പീച്ചിന് വ്യത്യസ്ത തരത്തിലുള്ള പോസുകളുണ്ട്. ആൻഡ് ഇറ്റ് യൂസസ് ഇൻറ്റോനേഷൻ, കോണ്ടോഴ്സ് ഫോർ സ്റ്റേറ്റ്മെന്റ്സ്, ക്വസ്റ്റ്യൻസ്, സ്പെഷ്യൽ ഫോക്കസ് എക്സെട്ര. റൈറ്റിംഗ് എക്സ്പ്ലോയിറ്റ്സ് ഫങ്ക്ച്വേഷൻസ് ടു ഗീവ് എ റിഥം ഓഫ് ലാംഗ്വേജ്. അതായത് റൈറ്റിംഗ് എന്ന് പറഞ്ഞാല് പങ്ക്ച്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്, റൈറ്റിങ്ങിലൂടെ നമ്മൾ പങ്ക്ച്വേഷൻസ്, അതായത് ആ ലാംഗ്വേജിന്റെ റിതം ചൂഷണം ചെയ്യുന്നു. ആൻഡ് ഓൾസോ വി ക്യാൻ ഹാവ് ഡയഗ്രാംസ്, ഗ്രാഫ്സ്, ചാർട്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്, ഇക്വേഷൻസ് ഇൻ റൈറ്റിംഗ്. ഇനി സ്പീച്ച് ഹാസ് ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് പോസസ്. നേരത്തെ നമ്മൾ പറഞ്ഞു സംസാരത്തിന് പല അവസ്ഥകളുണ്ട്. സ്റ്റേറ്റ്മെന്റുകളായിട്ട് ഉപയോഗിക്കുന്നു, ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്നു, അതേപോലെയുള്ള സ്പെഷ്യൽ ഫോക്കസുകൾ ഉപയോഗിക്കുന്നു. പക്ഷെ ഈ റൈറ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക ലാംഗ്വേജും അതിനനുസരിച്ചുള്ള പങ്ക്ച്വേഷൻസുമാണ്. ഗ്രാഫുകൾ ഉപയോഗിക്കുന്നു, ചാർട്ടുകൾ ഉപയോഗിക്കുന്നു. പിന്നെ സ്പീക്കർ ആൻഡ് ഹിയറർ ആർ ജനറലി ക്ലോസ് ആൻഡ് ഹിയർ ദർ ഈസ് ഗ്രേറ്റർ ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ ദ ടു. സ്പീക്കറും ഹിയററും തമ്മിൽ, സംസാരിക്കുന്ന ആളും സംസാരം കേൾക്കുന്ന ആളും തമ്മിൽ വളരെ ക്ലോസ് ആയിരിക്കും, വളരെ അടുത്തായിരിക്കും. അത് മാത്രമല്ല അവര് തമ്മിൽ വളരെയധികം ഇന്ററാക്ഷനും ഉണ്ടാകുന്നു. റൈറ്റിംഗ് ജനറലി ഇൻവോൾവ് സം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റൈറ്റർ ആൻഡ് ദ റീഡർ ആൻഡ് ഹെൻസ് ഇറ്റ് ഇൻവോൾവ്സ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇന്റർലൊക്കേഷൻ. അതായത് എഴുത്തിലൂടെ എഴുതുന്ന ആളും അത് വായിക്കുന്ന ആളും തമ്മിൽ ഒരു ഗ്യാപ്പ് വരുന്നു, ഗ്യാപ്പല്ല ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ റൈറ്റർ ആൻഡ് റീഡർ ഹാവ് സം ഡിസ്റ്റൻസ്, അതായത് റൈറ്റർക്കും റീഡർക്കും ഇടയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാകുന്നു. പിന്നെ സിൻസ് ഇറ്റ് ഇന്റർലോക്കോട്ടേഴ്സ് അറ്റ് പ്രസന്റ് വിച്ച് ഈസ് അസ്യൂംഡ് റിസൾട്ടിങ് ഇൻ അട്ടർനെസസ് വിച്ച് ആർ ഗ്രാമാറ്റിക്കലി ഇൻകംപ്ലീറ്റ്. ഡ്യൂ ടു ഡിസ്റ്റൻസ് റൈറ്റിംഗ് ജനറലി ഇൻ മോർ ഗ്രാമാറ്റിക്കലി കംപ്ലീറ്റ്. അതായത് ദൂരെ കൂടുതൽ ഉള്ളത് കൊണ്ട് എഴുത്ത് കൂടുതൽ എന്താണെന്നാ പറയുന്നത്, ഗ്രാമാറ്റിക്കലി, ഗ്രാമർ പരമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിന്റെ ഗ്രാമർ ഭാഗം കംപ്ലീറ്റ് ആയിരിക്കും. സംസാരിക്കുമ്പോൾ ആ ഗ്രാമാറ്റിക്കലി അത് എന്താണ്, ഇൻകംപ്ലീറ്റ് ആയിരിക്കും. എഴുതുമ്പോൾ ഗ്രാമാറ്റിക്കലി അത് കംപ്ലീറ്റ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് സ്പീച്ചും റൈറ്റിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ.
റൈറ്റിംഗ് ക്യാൻ ബി പ്രസന്റഡ് ആസ് എ റെക്കോർഡ്. നമുക്കറിയാം എഴുതുന്നത് നമുക്കൊരു റെക്കോർഡ് രൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. റൈറ്റിംഗ് എക്സ്പ്ലോയിറ്റ്സ് പങ്ക്ച്വേഷൻസ് ടു ഗീവ് റിതം ഓഫ് ലാംഗ്വേജ് ആൻഡ് ആൾസോ ക്യാൻ ഹാവ് ഡയഗ്രംസ്. റൈറ്റിംഗിലൂടെ നമുക്ക് ഭാഷയ്ക്ക് ഒരു താളബോധം ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല ഡയഗ്രങ്ങൾ ഉപയോഗിക്കാം, ഗ്രാഫുകൾ ഉപയോഗിക്കാം, ചാർട്ടുകൾ ഉപയോഗിക്കാം, അതേപോലെ ഇക്വേഷൻസ്, ഇതെല്ലാം നമുക്ക് റൈറ്റിംഗിലൂടെ സാധ്യമാക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിറ്ററൽ വേഴ്സസ് മെറ്റാഫറിക്കൽ മീനിങ്. ലിറ്ററൽ ആൻഡ് മെറ്റാഫറിക്കൽ മീനിങ് ഓഫ് വേർഡ്സ് റെഫർ ടു യൂസ് ഓഫ് വേർഡ്സ് ഇൻ റൈറ്റിംഗ് ഓർ എ സ്പീക്കിംഗ് ലാംഗ്വേജ്. അതായത് ലിറ്ററൽ ആൻഡ് മെറ്റാഫറിക്കൽ മീനിങ് ഓഫ് എ വേർഡ്സ് എന്ന് പറഞ്ഞാല് ടു യൂസ് ഓഫ് വേർഡ്സ് ഇൻ റൈറ്റിംഗ്, അതായത് എഴുതുന്നതിലോ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷയിലോ ഉപയോഗിക്കുന്ന വേർഡ്സുകളുടെ ഉപയോഗം. ലിറ്ററൽ മീനിങ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആൻഡ് ഓർഡിനറി മീനിങ് ഓഫ് എ വേർഡ്. ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാല് മോസ്റ്റ് കോമൺലി യൂസ്ഡ്, ഭൂരിഭാഗം സാധാരണയായി ഉപയോഗിക്കുന്ന ഓർഡിനറി മീനിങ്, സാധാരണ വാക്കിന്റെ ഒരു മീനിങ് ആണ്. ഫോർ എക്സാമ്പിൾ, the word light has been used literally in the following sentence. അതായത് ലൈറ്റ് എന്ന വേർഡ് നമ്മൾ താഴെ പറയുന്ന രീതിയിലല്ല ഉപയോഗിക്കുന്നു. he switched on the light, ലൈറ്റ് ഇട്ടു, സ്വിച്ച് ഇട്ടു. however the metaphorical meaning of a word is more imaginative. ഒരു വാക്കിന്റെ മെറ്റാഫറിക്കൽ മീനിങ് കൂടുതൽ ഇമാജിനേറ്റീവ് ആയിരിക്കും, എന്ന് വെച്ചാൽ കൂടുതൽ സാങ്കല്പികമായിരിക്കും. ഇറ്റ് ഈസ് സിംബോളിക് ഓഫ് സംതിങ് എൽസ്. യൂസ് മേക്സ് ദ ലാംഗ്വേജ് മോർ അപ്പീലിംഗ്. അതിന്റെ ഉപയോഗം കൂടുതൽ അപ്പീലിംഗ് എന്ന് പറഞ്ഞാൽ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ആൻഡ് സ്റ്റൈലിസ്റ്റിക്. ഓഫൺ ഫേമസ് ഓതേഴ്സ്, പോയറ്റ്സ്, ഫിലോസഫേഴ്സ് എക്സെട്ര യൂസ് മെറ്റാഫറിക്കൽ ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, ദ വേർഡ് ലൈറ്റ് ഹാസ് ബീൻ യൂസ്ഡ് മെറ്റാഫറിക്കലി ഇൻ ദ ഫോളോവിംഗ് സെന്റൻസ്. ഹി ഈസ് ലൈറ്റ് ഓഫ് ദ വേൾഡ്. Some other sentences having metaphorical expressions are given below. He is drowned in a sea of grief. അതേപോലെ his mind is a placid lake of serenity. An adjective the difference between metaphorical and or prized by a metaphor. Symbolic, while literal is exactly as interpretation according to the letter of a verbal expression, real, not figurative or metaphorical. As a noun, literal is a value as opposed to an indefinite identifier written into the source code of a computer program. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ലിറ്ററൽ മീനിങ്ങും മെറ്റാഫറിക്കൽ മീനിങ്ങും തമ്മിലുള്ള പ്രധാന ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ സ്പീച്ചും റൈറ്റിങ്ങും തമ്മിലുള്ള, അതിൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് സ്പീച്ചും റൈറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ? ലാംഗ്വേജും ലിറ്ററേച്ചറും തമ്മിലുള്ള പ്രധാന ഡിഫറൻസിനെ കുറിച്ചാണ് പറയുന്നത്. The main differences between language and literature. First one, language refers to any form of communication used to express, whereas literature is a written art form sought to have intellectual value. അതായത് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ആകാം. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ റിട്ടൺ, എഴുതപ്പെട്ട രൂപത്തിലുള്ളത് മാത്രമാണ്. ലാംഗ്വേജ് ഈസ് റിട്ടൺ ആൻഡ് വെർബൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടതും അതേപോലെ വാക്കുകൾ, വേർഡ്സ് രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. വേറാസ് ലിറ്ററേച്ചർ റെഫേഴ്സ് ടു ഓൺലി ദ റിട്ടൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ ലാംഗ്വേജ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ബിഫോർ ലിറ്ററേച്ചർ. ലാംഗ്വേജ്
മറിച്ച് ലിറ്ററേച്ചർ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് നിൽക്കുന്നത് ലാംഗ്വേജ് കൊണ്ടാണ്. ലാംഗ്വേജ് ഈസ് എ മീഡിയം ഓഫ് എക്സ്പ്രഷൻ. ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു മീഡിയം ഓഫ് എക്സ്പ്രഷൻ ആണ്. ലിറ്ററേച്ചർ ഈസ് എ കളക്ഷൻ ഓഫ് എക്സ്പ്രഷൻ. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് എക്സ്പ്രഷൻ ആണ്. ലാംഗ്വേജ് ഈസ് എക്സ്പ്രസീവ് ആൻഡ് ഇറ്റ്സ് പർപ്പസ് ഈസ് ടു എക്സ്പ്രസ് ഐഡിയാസ്, നോളജ് ആൻഡ് ഒപ്പീനിയൻസ്. വേറാസ് ലിറ്ററേച്ചർ ഈസ് മോർ ഇമാജിനേറ്റീവ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസീവ് ആണ്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആശയങ്ങളും ഒപ്പീനിയനുകളും ഇമാജിനേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ലാംഗ്വേജും ലിറ്ററേച്ചറും തമ്മിലുള്ള പ്രധാന ഡിഫറൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വൈ ഷുഡ് വി സ്റ്റഡി ലിറ്ററേച്ചർ. നമ്മൾ എന്തിനാണ് ലിറ്ററേച്ചർ പഠിക്കുന്നത്? ഇറ്റ് ഈസ് എ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. വൈ ഷുഡ് വി സ്റ്റഡി ലിറ്ററേച്ചർ? നമ്മൾ എന്തിനാണ് ലിറ്ററേച്ചർ പഠിക്കുന്നത്? അത് തുടർച്ചയായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദിസ് മോഡേൺ ഏജ് when man has conquered the moon, it is proper to live in the world of imagination. നമുക്കറിയാം ചന്ദ്രൻ ലോകം വരെ കീഴടക്കിയിരിക്കുന്നു മനുഷ്യന് ഈ ആധുനിക കാലഘട്ടത്തില്. അപ്പോ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ഒരു ഇമാജിനേഷൻ വേൾഡിലാണ്, അല്ലെങ്കിൽ ഒരു സാങ്കല്പിക ലോകത്താണ് ജീവിക്കുന്നത്. What is the use of studying literature while there are a lot of things to know and study which are based on reality and which can benefit the whole community of the world? നമ്മൾ ഈ ലിറ്ററേച്ചർ പഠിക്കുന്നതിലൂടെ നമുക്ക് പല കാര്യങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുന്നു. അത് റിയാലിറ്റി, യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അറിയാൻ സാധിക്കുന്നു. വിച്ച് ക്യാൻ ബെനിഫിറ്റ് ടു ദ ഓൾ കമ്മ്യൂണിറ്റി ഓഫ് ദി വേൾഡ്. ലോകത്തിന് മുഴുവൻ നന്മയ്ക്കായിട്ട് അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. Isn't it was wastage of time and energy to read a poem, a novel, short story? അതായത് ഇപ്പൊ നമ്മളൊരു പോയം വായിക്കുന്നു അല്ലെങ്കിൽ ഒരു ചെറുകഥ വായിക്കുന്നു, അതൊക്കെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നതായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ, കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഹിയർ അഗെയിൻ വി ഹാവ് ടു ലുക്ക് ടുവേർഡ്സ് വാട്ട് ലിയോ ടോൾസ്റ്റോയ് ഹാസ് സെഡ് റിഗാർഡിംഗ് ദ എയിം ഓഫ് ലിറ്ററേച്ചർ. According to him, literature answers two important questions which are related to all the human beings in the world and there. അതായത് ലിയോ ടോൾസ്റ്റോയ് പറയുന്നത് നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുന്നത് കൊണ്ട് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു ലിറ്ററേച്ചറിലൂടെ. അതായത് മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് ലിറ്ററേച്ചറിന്റെ പഠനത്തിലൂടെ സാധിക്കുന്നു. അതിലൊന്ന്, according to him, literature answers two important questions which are related to all to human beings in the world and they are who we are and how should we live in this world. നമ്മൾ ആരാണ്, നമ്മൾ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കുന്നു, ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട്, നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മൾ തീർച്ചയായും എന്ത് ചെയ്തിരിക്കണം? ലിറ്ററേച്ചർ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ദ ആൻസർ ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് പ്രൂവ്സ് ദാറ്റ് ലിറ്ററേച്ചർ ഈസ് വൈറ്റൽ ഫോർ അവർ ലൈഫ്. ഇതിന്റെ ഉത്തരം, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട്സ് അവർ ലൈഫ് ഇൻ ഇറ്റ്. നമ്മുടെ ജീവിതം തന്നെയാണ് അതിൽ പ്രതിഫലിക്കുന്നത്. വെൻ വി സ്റ്റഡി ലിറ്ററേച്ചർ, നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ വി കം ടു നോ അവേഴ്സെൽസ് വിച്ച് ഈസ് എ കൈൻഡ് ഓഫ് സെൽഫ് റിവീലേഷൻ. അതായത് സാഹിത്യം പഠിക്കുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ റിവീൽ ചെയ്യുകയാണ്. വി കം ടു വെയർ വി ആർ കമ്മിറ്റിംഗ് മിസ്റ്റേക്ക്. എവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്, ആൻഡ് സോ വി ക്യാൻ മേക്ക് കറക്ഷൻ. അത് കണ്ടെത്തി, മിസ്റ്റേക്ക് എവിടെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തി നമുക്ക് കറക്ഷൻ നടത്താനായിട്ട് സാധിക്കുന്നു. ഇൻ ഫാക്ട് ലിറ്ററേച്ചർ ഈസ് ദ മിറർ ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് ദി ഏജ് ഇൻ വിച്ച് ഇറ്റ് വാസ് റിട്ടൺ. അതായത് ലിറ്ററേച്ചർ ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്, ആ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ളതും അതേപോലെ സാമൂഹ്യപരമായിട്ടുള്ള എന്താ പറയുന്ന ഒരു സാഹിത്യപരമായിട്ടും അതേപോലെ തന്നെ സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ജീവിതത്തിന്റെ പ്രതിഫലനമാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെന്റ്സ് ദ ലൈഫ് ഓഫ് ഇറ്റ്സ് സ്റ്റേജ്.
അതായത് ഒരു കാലഘട്ടത്തിലെ സാഹിത്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ കാലഘട്ടത്തിന്റെ എന്താ പറയുക റെപ്രസെന്റേറ്റീവ് ആണ്, അല്ലെങ്കിൽ ആ കാലഘട്ടം എന്തായിരുന്നു എന്ന് നമുക്ക് ആ കാലഘട്ടത്തിലെ സാഹിത്യത്തിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് വി ഷുഡ് സ്റ്റഡി ലിറ്ററേച്ചർ ബിക്കോസ് ഇറ്റ് ഗീവ്സ് അസ് പ്ലഷർ ആൻഡ് ജോയ്. നമ്മൾ സാഹിത്യം പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സന്തോഷവും അതേപോലെ തന്നെ ആനന്ദവും ഒക്കെ കിട്ടുന്നത് പഠിക്കുന്നതിലൂടെ. ഇറ്റ് ഈസ് എന്റർടൈനിങ്, അത് എന്റർടൈനിങ് ആണ്. വി റീഡ് ലിറ്ററേച്ചർ ഫോർ ദ സെയിം റീസൺ ദാറ്റ് വി വാച്ച് മൂവീസ് ആൻഡ് ടെലിവിഷൻ. അതായത് ഇപ്പൊ നമ്മളൊരു സിനിമ കാണുന്നതോ അല്ലെങ്കിൽ ടെലിവിഷൻ കാണുന്നത്, ലിറ്ററേച്ചർ ഹാസ് വൈഡ് റേഞ്ച്. സാഹിത്യത്തിന് വളരെ വിശാലമായിട്ടുള്ള റേഞ്ച് ആണുള്ളത്. ഇറ്റ് ടേക്സ് us ടു എ ന്യൂ വേൾഡ്. അതായത് സാഹിത്യം നമ്മളെ ഒരു പുതിയ ലോകത്തേക്ക്, പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് ഇൻ ദ ഡിഫറെന്റ് പീരീഡ്സ് ഓഫ് ടൈം. ഓരോ സാഹിത്യകൃതികൾ വായിക്കുന്നതിലൂടെയും നമ്മൾ ഓരോ പ്രത്യേക വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ബ്രോഡൻസ് അവർ മൈൻഡ്സ് ആൻഡ് അവർ ഹൊറിസൺ. നമ്മുടെ മനസ്സിനെ വളരെ വിശാലമാക്കുന്നു അത്. ത്രൂ ലിറ്ററേച്ചർ വി ഡിസ്കവർ അവർ സെൽസ്. അതായത് ലിറ്ററേച്ചറിലൂടെ അല്ലെങ്കിൽ സാഹിത്യത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുന്നു. വി ഫൈൻഡ് അവർ സെൽസ് ആൻഡ് അവർ ലൈഫ് ഇൻ എ ക്യാരക്ടർ. നമ്മൾ ഒരു ക്യാരക്ടറിലൂടെ നമ്മളെ തന്നെയാണ് കണ്ടെത്തുന്നത്. ദ ക്യാരക്ടേഴ്സ് ഓഫ് എ നോവൽ ഓർ എ ഡ്രാമ റിഫ്ലക്ട് അവർ ലൈഫ്. അതായത് ഒരു നോവലിലെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡ്രാമയിലെ ക്യാരക്ടേഴ്സ്, ഇതെല്ലാം എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തെ തന്നെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, പ്രതിഫലിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ത്രൂ ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ദാറ്റ് വി സീ അവേഴ്സെൽസ്. സാഹിത്യം പഠിക്കുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ അതായത് സാഹിത്യത്തിന്റെ പഠനം, അവർ തിങ്കിങ് സ്കിൽ, ഇറ്റ് ട്രെയിൻസ് us ഇൻ ദ ഫീൽഡ് ഓഫ് ഹൈ ഓർഡർ ആൻഡ് ഹൈ തിങ്കിങ്. അതായത് നമ്മുടെ ചിന്തകളെയും അതേപോലെ തന്നെ നമ്മുടെ മനോവികാരങ്ങളെയും എല്ലാം അത് ട്രെയിൻ ചെയ്യുന്നു. വി ലേൺ ദിസ് ബൈ അനലൈസിങ് തീംസ്, ക്യാരക്ടേഴ്സ് ആൻഡ് സിംബൽസ് ഇൻ എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ. ഇറ്റ് enlightens our imaginative power of the mind. നമ്മുടെ ഇമാജിനേറ്റീവ് പവർ ഓഫ് ദി മൈൻഡ്, നമ്മുടെ മനസ്സിന്റെ ഇമാജിനേറ്റീവ് പവറിനെ എൻലൈറ്റൻ ചെയ്യുന്നു. ഡിഫറെന്റ് പീപ്പിൾ സ്റ്റഡി ലിറ്ററേച്ചർ ഫോർ ഡിഫറെന്റ് റീസൺ. അതായത് വ്യത്യസ്തരായ ആളുകൾ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ് ലിറ്ററേച്ചർ പഠിക്കുന്നത്. സം സ്റ്റഡി ഫോർ എന്റർടൈൻമെന്റ്, ചിലര് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടിയിട്ട്. സം ഫോർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ, ചിലര് ഇൻഫർമേഷന് വേണ്ടിയിട്ട്. അതായത് ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ഇംപ്രൂവ്സ് അവർ തിങ്കിങ് സ്കിൽ, ഇറ്റ് ട്രെയിൻസ് us ഇൻ ദ ഫീൽഡ് ഓഫ് ഹൈ ഓർഡർ ആൻഡ് ഹൈ തിങ്കിങ്. വി ലേൺ ദിസ് ബൈ അനലൈസിങ് തീംസ്, ക്യാരക്ടേഴ്സ് ആൻഡ് സിംബൽസ് ഇൻ എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ. ഇറ്റ് എൻലൈറ്റൻസ് അവർ ഇമാജിനേറ്റീവ് പവർ ഓഫ് ദി മൈൻഡ്. ഡിഫറെന്റ് പീപ്പിൾ സ്റ്റഡി literature for different reasons. Some study for entertainment and pleasures, some for getting information, whereas some for spiritual purpose. It can thus be said that the reason of study may vary. അതായത് ലിറ്ററേച്ചർ പഠിക്കുന്നതിന്റെ കാരണങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. അതായത് ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ടാണ് ലിറ്ററേച്ചർ പഠിക്കുന്നത്. ബട്ട് ലിറ്ററേച്ചർ ബെനിഫിറ്റ്സ് ഓൾ ദ പീപ്പിൾ ഹു സ്റ്റഡി ലിറ്ററേച്ചർ. പക്ഷേ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ലിറ്ററേച്ചർ പഠിച്ചാലും ആ ലിറ്ററേച്ചർ പഠനത്തിലൂടെ എന്താണ്, പല ബെനിഫിറ്റുകളാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ഓൾസോ എൻറിച്ചസ് അവർ വൊക്കാബുലറി പവർ. ലിറ്ററേച്ചർ പഠിക്കുന്നതിലൂടെ നമ്മുടെ വൊക്കാബുലറി പവർ എൻറിച്ച് ചെയ്യുന്നു, അല്ലെ വൊക്കാബുലറി പവർ വർദ്ധിക്കുന്നു. വി റീഡ് ലിറ്ററേച്ചർ ആൻഡ് കം അക്രോസ് മെനി ന്യൂ വേർഡ്സ്. അതായത് നമ്മളൊരു ലിറ്ററേച്ചർ വായിക്കുമ്പോൾ നമ്മൾ പല പുതിയ വേർഡുകളിലേക്കും എത്തിച്ചേരുന്നു. ഇനി
ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് അവർ ആർട്ട് ഓഫ് റൈറ്റിംഗ്. നമ്മുടെ ആർട്ട് ഓഫ് റൈറ്റിംഗിനെ ഇംപ്രൂവ് ചെയ്യുന്നു. വി ഡിസ്കസ് ദ തീംസ്, ക്യാരക്ടറൈസേഷൻ എക്സെട്ര ആൻഡ് യൂസിങ് അവർ മൈൻഡ്സ് വി റൈറ്റ് ദം. This also improves our writing. അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇപ്പൊ പറഞ്ഞത്. ലിറ്ററൽ വേഴ്സസ് മെറ്റാഫറിക്കൽ മീനിങ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്, ലിറ്ററൽ വേഴ്സസ് മെറ്റാഫറിക്കൽ മീനിങ്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ എക്സ്റ്റൻഷൻ ഓഫ് മീനിങ്. മൾട്ടിപ്പിൾ മീനിങ് ആൻഡ് എക്സ്റ്റെൻഡഡ് മീനിങ് കമ്പയർഡ്. The majority of words in the English language does not correspond to a single meaning. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഭൂരിഭാഗം വാക്കുകളും does not correspond to a single meaning. ഒരൊറ്റ സിംഗിൾ മീനിങ്ങിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ബട്ട് റാദർ കറസ്പോണ്ട് ടു 2 or more അൺറിലേറ്റഡ് മീനിങ്സ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഭൂരിഭാഗം വേർഡ്സുകളുടെ മീനിങ് എന്ന് പറയുന്നത് ഒറ്റ മീനിങ് അല്ല, അതുമായി ബന്ധപ്പെട്ട് പല മീനിങ്ങുകളും ഉണ്ട്. ഓർ മൾട്ടിപ്പിൾ റിലേറ്റഡ് സെൻസ്. ദീസ് ആർ ദ എക്സ്റ്റെൻഡഡ് മീനിങ് ഓഫ് എ വേർഡ്. അതായത് ഒരു വേർഡിന്റെ എക്സ്റ്റെൻഡഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ മീനിങ് മാത്രമല്ല, ആ വേർഡുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു മീനിങ്ങുകളും ഉണ്ടെന്നാ പറയുന്നത്. These are the extended meaning of the words. It has been proposed that the different types of semantically ambiguous words are processed and represented differently in human mind. For example, we can see multiple meanings of the following words. But date, D-A-T-E, date. Her favorite fruit is to eat a date. Date എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ടിന്റെ പേരുണ്ട്. ജോ ലുക്ക് അലക്സാൻഡ്രിയ out on a date. Not to date myself, but I remember listening to radio. What is your date of birth? The word like meanings. അതായത് ഒരുപാട് വാക്കുകൾ ഇപ്പൊ എന്താ പറയുക ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വെർബായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. In language, some meanings of the words are literal and other meanings are extended. ഇനി ലാംഗ്വേജില് ചില മീനിങ്ങുകള് ലിറ്ററൽ സാഹിത്യപരമായിട്ടും ആൻഡ് അവർ മീനിങ് ആർ എക്സ്റ്റെൻഡഡ്. യൂഷ്വലി there is no limit to extended sense and the literal meanings of a word are limited. We should use the term multiple meanings to refer to the various literal meaning of a word. ഒരു വേർഡിന്റെ പലതരത്തിലുള്ള ലിറ്ററൽ മീനിങ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈവിധ്യമാർന്നിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മീനിങ്ങുകൾ ഉപയോഗിക്കുന്നു. നമുക്കറിയാം ഒരു വേർഡിന് തന്നെ പല മീനിങ്ങുകളുണ്ട്. ഒരു വാക്കിന്റെ അല്ലെങ്കിൽ ഒരു വേർഡിന്റെ പല മീനിങ്ങുകള് ലിങ്സിന് വേണ്ടിയിട്ട് പല മൾട്ടിപ്പിൾ മീനിങ്സുകൾ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് റിലേറ്റഡ് മൾട്ടിപ്പിൾ മീനിങ്സിനെ കുറിച്ചാണ്. As we can see in the last section that a word could have a number of literal meanings. ഒരു വാക്കിന് വളരെയധികം ലിറ്ററൽ മീനിങ്സ് ഉണ്ട്, which are usually related to something. For example, the word run is used here as a verb. My dog loves to run about in the park. She runs a regular weekend service. Don't try running the computer program and see if it works. ഇപ്പൊ അവിടെ റണ്ണ് തന്നെ പലതരത്തിൽ ഉപയോഗിച്ചില്ലേ നോക്കിയ പല മീനിങ്ങൾ വെർബായിട്ട് ഉപയോഗിച്ചു, അതേപോലെ തന്നെ നൗണായിട്ട് ഉപയോഗിച്ചു, അങ്ങനെ പലതരത്തിൽ ഒരു വേർഡിന് തന്നെ പലതരത്തിലുള്ള മീനിങ് ഉണ്ട്. ഇനി അടുത്തതാണ് ഹിയർ ഓൾ ദീസ് മീനിങ്സ് ഹാവ് എ കോമൺ എലമെന്റ് ഇൻ ദ സെൻസ് ദാറ്റ് സംതിങ് ഈസ് മൂവിങ് ബട്ട് ദ ഡിഫറെന്റ് മീനിങ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. ഇനി നൗൺ,
It always the play has had a successful run every morning and my husband does it in the afternoon. പിന്നെ verb phrases. Her verb withdrawal that her opponent was given a clear run for the nomination. For his money. He is on the run from the law. ഇനി നമ്മൾ പറയാൻ പോകുന്നത് the term polysemy. എന്താണ് polysemy എന്ന് പറഞ്ഞാല്? A polysemy is a word or phrase with a different but related sense. Polysemy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്കാകാം അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആകാം. അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള മീനിങ്ങുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. Since the test for polysemy is the vague concept of the relatedness, judgments of polysemy can be difficult to make. Because applying pre-existing words to new situations is a natural process of language change. Looking at words etymology is helpful in determining polysemy, but not the only solution, as words become lost in the etymology that once was a useful distinction of meaning may no longer be so. Some apparently unrelated words share a common historical origin. However, so etymology is not an infallible test for polysemy, and dictionary writers also often defer to speakers, intuitions to judge polysemy in case where it contradicts etymology. English has many polysemous words. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാല് ഒരു പോളിസമി എന്ന് പറഞ്ഞാൽ is a word or phrase with different but related sense. വ്യത്യസ്തങ്ങളായിട്ടുള്ളതാകാം പക്ഷെ പരസ്പര ബന്ധമുള്ള എന്താ പറയുന്നത് സെൻസുകൾ. The test for polysemy is the vague concept of the relatedness. ഇനി പോളിസമിയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് can be a vague concept of relatedness. Judgments of polysemy can be difficult to make. പോളിസമിയുടെ ജഡ്ജ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്നാണ് പറയുന്നത്. Because applying pre-existing words to new situations is a natural process of language change. പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വാക്കുകൾ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഇനി some apparently unrelated words share a common historical origin. അതായത് പരസ്പര ബന്ധമില്ലാത്ത അൺറിലേറ്റഡ് ആയിട്ടുള്ള കോമൺ വേർഡുകൾ, അതായത് പരസ്പര ബന്ധമില്ലാത്ത വേർഡുകൾ സാധാരണയായിട്ട് ഒറിജിനിൽ നിന്നാണ്, പൊതുവായിട്ടുള്ള ഒരു ഒറിജിനിൽ നിന്നാണ്. And dictionary writers also often defer to speakers' intuitions to judge polysemy. In case where it contradicts etymology, അതായത് പോളിസമിയും etymologyയും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്നു എന്നാണ്. For example, the verb to get can mean procure, become, understand. അതായത് to get എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ procure എന്ന് വരാം. I will get the drinks. Become, she got scared. Understand, I get it, etc. In linear or vertical polysemy, one sense of a word is a subset of the other. അതായത് ലീനിയർ അല്ലെങ്കിൽ വെർട്ടിക്കൽ സെറ്റ് ഓഫ് പോളിസമി എന്ന് പറഞ്ഞാല് അവിടെ one sense of a word is a subset of the other. ഒരു വേർഡിന്റെ സെൻസ് എന്ന് പറയുന്നത് മറ്റു വേർഡുകളുടെ സബ്സെറ്റ് ആണ്. These are examples of hyponymy and hypernymy and are sometimes called autohyphonyms. For example, dog can be used for male dog. Alan Cruz identifies 4 types of linear polysemy. അതായത് സാധാരണ ഡോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അവിടെ മെയിൽ ഡോഗിനെയാണ്.
The linear or vertical polysemy sense one sense of a word is a subset of the other. These are and are sometimes called autohyphonons. Autohyphonemy, where the basic sense leads to a specialized sense from drinking anything and drinking alcohol. അതായത് ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ടോഹൈഫണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് സെൻസ് ലീഡ്സ് ടു എ സ്പെഷ്യലൈസ്ഡ് സെൻസ്. അതായത് ഫ്രം ഡ്രിങ്കിങ്, അവിടെ ഫ്രം ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്തുമാകാം, പക്ഷേ ടു ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൽക്കഹോൾ മാത്രമാണ്. അതായത് നമ്മൾ ഫ്രം ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്തും ആകാം കുടിക്കുന്നത്, പക്ഷെ ടു ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ അവിടെ ആൽക്കഹോൾ, ഓൺലി ആൽക്കഹോൾ. പിന്നെ ഓട്ടോമെറോണിമി എന്ന് പറഞ്ഞാൽ ദ ബേസിക് സെൻസ് ലീഡ്സ് ടു എ സബ്പാർട്ട് സെൻസ് ഫ്രം ഡോർ. ഡോർ എന്ന് പറഞ്ഞാൽ ഹോൾ സ്ട്രക്ചർ ആണ്, ടു ഡോർ എന്ന് പറഞ്ഞാൽ പാനലാണ്. There are several tests for polysemy, but one of them is sigma. If one word seems to when applied to different contexts, it is likely that same word. അതായത് പോളിസെമിയുടെ there are several tests for polysemy, but one for them in sigma. If one word seems to exhibit sigma, അതായത് ഒരു വേർഡ് സിഗ്മയെ എക്സിബിറ്റ് ചെയ്യുന്നെങ്കിൽ when applied in different contexts, it is likely that the context bring out different polysems of the same word. If the two senses of the same word do not seem to fit yet seem related, then it is likely that they are polysemos. The fact that this test again depends on speaker's judgments about relatedness, however, means that this test for polysemy is not infallible, but is rather merely helpful conceptual aid. The difference between homonymous and polysems is subtle. പോളിസെമിയെ കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ് പോളിസെമി? പോളിസെമി എന്ന് പറഞ്ഞാൽ ഇസ് എ വേർഡ് ഓഫ് ഫ്രേസ് വിത്ത് ഡിഫറെന്റ് റിലേറ്റഡ് സെൻസ്. പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കും എന്നാൽ പരസ്പര ബന്ധമുള്ള അർത്ഥങ്ങളുള്ള വേർഡുകളെയാണ് നമ്മൾ പോളിസെം എന്ന് പറയുന്നത്. പോളിസെമിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ അവ്യക്തമായിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. Okay, dear students, today we will wind up the class.